പിന്നെ മക്കളെ ഇത് ഇൻസ്റ്റഗ്രാം അല്ലല്ലോ, യൂട്യൂബ് ആണല്ലോ അല്ലേ? അപ്പൊ ഹലോ ഗൈസ്, നമ്മളുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് അതും ശരിയാവില്ല. നമുക്കേ എന്താ പറയാ, നമ്മളെ ഇൻട്രോ ഒന്നും പറയാല്ല. നമ്മളെ കരിങ്കളത്താണി അങ്ങാടിക്ക് പോകുന്നത്. എന്നാ പോരി. നമ്മളെ അങ്ങാടിയാണിത്. ഇത് ഇന്റെ പേജല്ല, ഇന്റെ ചാനലല്ല. ഈ കാണുന്ന കരിങ്കളത്താണി അങ്ങാടിയുടെ ചാനലാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ചോദിക്കും എവിടെയാണ് ഈ അങ്ങാടി എന്ന്. നമ്മളെ ഈ കൊച്ചു കേരളത്തില് പാലക്കാട് മലപ്പുറം ജില്ലാ ബോർഡറായ കരിങ്കലത്താണിയാണിത്. കരിങ്കലത്താണി അങ്ങാടി ഒന്ന് കണ്ടോക്കാണി. നമ്മളിത് ഈ ചാനല് ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ഒരു ചാനലാണ്. ഫസ്റ്റ് വീഡിയോ ആണിത്. നമ്മൾ ഇൻസ്റ്റഗ്രാമിലുണ്ട്, പക്ഷേ യൂട്യൂബിൽ ഇത് ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ ഉണ്ടാക്കുന്നത്. അപ്പം നമുക്കിതിനെക്കുറിച്ച് എഡിറ്റിങ് അതേമാതിരി മൈക്ക് അങ്ങനത്തെ സംഭവങ്ങളൊന്നും നമുക്കില്ല. അപ്പോൾ നമുക്കിങ്ങനെ ഒരു ചാനൽ വേണമെന്ന് നമുക്ക് ഇവിടുത്തെ ആൾക്കാരോടൊന്നും ചോദിച്ചു നോക്കാം ആദ്യം. ഇതാണ് അങ്ങാടി. ആണേ നമ്മളെ അന്തേരി പറഞ്ഞ പേജിനെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കുന്നതിനെ കുറിച്ചിട്ട് എന്താണ് എൻ്റെ അഭിപ്രായം? അത്യാവശ്യം എന്താ പറയാൻ അറിയോ, നമ്മളിപ്പോൾ നാട്ടിൽ നടക്കുന്ന എന്ത് പ്രശ്നങ്ങളിലും ഇപ്പൊ സജീവമായിട്ട് ഈ ചാനലുണ്ട്. ആ ചാനൽ നിർബന്ധമാണ് യൂട്യൂബിൽ. അപ്പോൾ യൂട്യൂബിലും കൂടി വേണം, അത്യാവശ്യമാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ പല പ്രശ്നങ്ങളും പല ആൾക്കാരായിട്ട് അറിയാത്ത ഈ ഇതിൽ കാണാത്ത ആൾക്കാർക്കടക്കം നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട സാഹചര്യം, കാണിച്ചു കൊടുക്കേണ്ട സാഹചര്യം ഞങ്ങൾ കാണിച്ചു കൊടുക്കേണ്ടത്. കാരണം എന്താ വെച്ചാൽ നല്ല അഭിപ്രായം എല്ലാവരും അതുകൊണ്ട് തുടക്കണം എന്നാണ്. ഓക്കെ, തുടങ്ങാം. ക്ലമസാ, പിന്നെ നമ്മളെ ഇൻസ്റ്റഗ്രാമിൽ അന്തേരി KTN എന്ന് പറഞ്ഞ പേജ് ഉണ്ടല്ലോ, അത് യൂട്യൂബിൽ ഒരു ചാനൽ വേണോ വേണ്ടേ? വേണം. അപ്പൊ തുടങ്ങാം അല്ലേ? നമ്മുടെ അങ്ങാടിയത്തെ അച്ചുവേട്ടൻ. ചേട്ടാ, എന്താ വിശേഷം? വിശേഷം സുഖം തന്നെ. സുഖം തന്നെ. ലാൽ സലാം. എവിടുക്ക? ആയിക്കോട്ടെ. കാക്കു, പിന്നെ ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾ അന്തേരി KTN എന്ന് പറഞ്ഞ പേജ് കണ്ടുക്കണോ? അത് യൂട്യൂബിൽ നമുക്കൊരു ചാനൽ ആവശ്യമുണ്ടോ അല്ലേ? ആവശ്യമല്ലേ? അത്യാവശ്യമാണ്. നമുക്ക് ഇൻഷാല്ലാ തുടങ്ങട്ടെ. നമ്മളിങ്ങനെ ഒരു ചാനലിന്റെ ആവശ്യം ഉണ്ടോ അല്ലേ എന്ന് നമുക്ക് ചോദിച്ചോ. ഇൻസ്റ്റഗ്രാമിലെ അന്തേരി പറഞ്ഞ പേജ് നിങ്ങൾ കണ്ടുക്കണോ? പിന്നെ നമുക്കൊരു യൂട്യൂബ് ചാനൽ ആവശ്യം ഉണ്ടോ അല്ലേ? ഉണ്ടോ? ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് നിങ്ങൾ. ഓക്കെ, ഗിഫ്റ്റ് കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഏട്ടാ എന്താ വർത്താനം? നല്ല വർത്താനം അല്ലേ? എന്താ അങ്ങനെ പോണ്ട്? അതാ അബൂബക്കറാക്ക, എന്താ വർത്താനം? എവിടുന്നില്ല, വെറുതെ ഇങ്ങനെ. അന്തേരിയെ ഇൻസ്റ്റഗ്രാമിലുണ്ട്. യൂട്യൂബിലൊരു ചാനൽ ആവശ്യമുണ്ടോ അല്ലേ ഇങ്ങനെ ചോദിക്കാണ്. വേണ്ടേ? ഉഷാറാവട്ടെ. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് നിങ്ങൾ. ഓക്കെ, എവിടുക്ക രാവിലെ പണിക്ക് പോവാ? പെരുന്നാളെ പോവാ? ജീവിക്കണ്ടല്ലേ? നമുക്ക് ഇവിടുത്തെ ആൾക്കാരോടൊന്നും ചോദിച്ചു നോക്കാം. കാസിക്ക, എന്താണ് നിങ്ങളെ അഭിപ്രായം? നമ്മളെ ഈ പേജിന്റെ തന്നെ, നമ്മളെ ഊടിന്റെ യൂട്യൂബിലും കൂടെ ഒരു ചാനൽ ഉണ്ടായിരിക്കാം. അതാ കസ്റ്റമർ വന്നിക്കൂടെ കൊടുത്തോളി. അത് നമുക്ക് ചെയ്യാം. ഓക്കെ. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ കരിങ്കലത്താണി അങ്ങാടി. അവിടെ പാലക്കാട്, ഇത് മലപ്പുറം. ഇതാണ് ആ ബോർഡർ. നമ്മൾ അങ്ങാടി ഒന്ന് കണ്ടുപോയിക്കോളി നിങ്ങൾ. ചെറിയൊരു വെയിലുണ്ട്. രാവിലെ ഇപ്പോൾ ഒരു 9:30-10 മണിയാവണേ. ഇതാണ് നമ്മൾ അങ്ങാടിയത്തെ ലോട്ടറി വിൽക്കണ ലക്ഷ്മി ചേച്ചി. ലോട്ടറി പോയിട്ടില്ല ഒന്നും? ആളില്ലെന്ന് നേരം വെളുത്തിട്ടുള്ളൂ അല്ലേ? വരൂലേ കുറച്ച് കഴിഞ്ഞ ആൾക്കാര്? ഞാൻ അതൊരു വീഡിയോ എടുത്തിട്ട് ഇപ്പണ് വരാം. എനിക്കും വേണം ടിക്കറ്റ്. ആളുകളൊക്കെ രാവിലെ പച്ചക്കറി വാങ്ങേണ്ട തിരക്കിലാണ്. ഇതാണ് നമ്മളവിടെ കാലങ്ങളായിട്ടുള്ളൊരു ഹോട്ടൽ മദീന. ഇതിത്തെ
ഉസ്സങ്കാക്കുമാണ്. ഉസ്സങ്കാക്കു തിരക്കിലാണ് രാവിലെ തന്നെ. ആളുകളൊക്കെ പൊറാട്ടയും ബീഫും കഴിക്കേണ്ട തിരക്കിലാണ്. ഇവിടെ കാലങ്ങളായിട്ടുള്ള ബസ് തെസ്നിയും നമ്മളെ ഈ കുട്ടികളിങ്ങനെ വിളിക്കുന്നുണ്ട്. ഇവരെന്തിനാ വിളിക്കണെന്ന് ചോദിച്ചു നോക്കാം അല്ലേ. അസ്സലാമു അലൈക്കും. എവിടേക്ക് സ്കൂൾക്ക് പോവാ? എവിടെ? ബസ് വരുന്നുണ്ടോ? ഏത് ബസ്സാണ് അപ്പോൾ? നിങ്ങൾ ഏത് സ്കൂളിലാ? GMLP സ്കൂളിലോ? GMLP സ്കൂളിൻ്റെ ബസ് എവിടെ ഉണ്ട്? കാണാലല്ലോ അവിടെ ഒന്നും. ഇതാ? ആഹാ, ഇതാണ് ബസ്സില്ലേ? ടാറ്റാ. ഇല്ലല്ല. എന്താ വർത്താനം? ആളില്ലേ? കുറവാണല്ലേ? ഇതിങ്ങനെ പറഞ്ഞ് നിൽക്കുമ്പോഴാണ് നമ്മളെ സ്കൂൾക്ക് പോണ കുട്ടികളൊരു കാര്യം പറഞ്ഞത്. അവരെന്തോ പറയാൻ വരുന്നുണ്ട്. അത് നോക്കി നോക്കാം നമുക്ക്. എന്താ സംഭവം? ഏത് ബസ്സാണ്? ഇല്ല, വീഡിയോ എടുക്കണമെന്നില്ല. ഇത് നമ്മളൊരു പൊതുവായിട്ടുള്ളൊരു ആവശ്യമായതുകൊണ്ട് നിങ്ങൾ പറയുന്നത് എന്താ പറഞ്ഞെന്നുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ബസ് കളിക്കണ അങ്ങാടിയിലെങ്ങ ആരും നിർത്തില്ല. ബസ്സോ കുട്ടികളെ പോലെ സംഭവം ഫുള്ളോടെ കുറെ കുട്ടികൾ കംപ്ലൈന്റ് പറയുന്നുണ്ട് കേട്ടോ. കുറെ സംഭവം ഒരു 3-4 ബസ് വരെ പറഞ്ഞു. അതെന്താ പറയുക, കുറച്ച് കുട്ടികളെങ്കിലും നിങ്ങൾ ഇതാക്കണം. അല്ലെങ്കിൽ എന്താ പറയുക, നാളെ മുതൽ പരിപാടി തുടങ്ങുകയാണെങ്കിൽ എനിക്ക് സംഭവം മനസ്സിലായി. പക്ഷെ നിങ്ങളെന്താ ഇവിടുന്ന് കുറച്ച് കുട്ടികളും കേട്ടിട്ടുണ്ട്. എന്താ പറയുക, കുട്ടികള് ഇതിന്റെ പിന്നെ മനസ്സിലായി. എന്താ പറയുക, എനിക്ക് മനസ്സിലായി സംഭവം. നിങ്ങളെ കാര്യം സംഭവം നമുക്കറിയാം. പക്ഷെ എന്താ അറിയോ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് കുട്ടികളെ കയറ്റിട്ടും ഒരു 5 ബസ് വരെ പേരിപ്പോ തന്നു. അതിൽ ഒന്ന് നിങ്ങളാണ്. നമ്മളെന്താ പറയുക, അതിനോട് പറയാം. ഏട്ടാ നമസ്കാരം. പിന്നെ നിങ്ങൾ ഇവിടുന്നേ പരമാവധി സംഭവം ഫുള്ളാണെന്ന് അറിയാം. പരമാവധി കയറ്റാൻ പറ്റുന്ന കയറ്റുണ്ട്. കുട്ടികൾ കുറേ നേരമായി നിൽക്കുന്നു. അതിൽ ഏതൊക്കെ ബസ്സുകൾ കഴിച്ചതിൽ ഒന്ന് AR-ലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത് പറഞ്ഞത്. കുട്ടികൾ പറഞ്ഞില്ല ഒരു ബസ് AR-ലാണ്. കയറ്റാത്തതല്ല, നിർത്താതെ പോവുക. കുറച്ച് അപ്പുറത്ത് കൊണ്ട് നിർത്തുക. അങ്ങോട്ട് കുട്ടികൾ ഓടി വരിക. AR-ല് PMS, പക്കീസ, പിന്നെ ഏതാണ് കുറച്ച് മുന്നേ. നിങ്ങൾ എന്തായാലും ഈ സമയത്ത് വരുന്നുണ്ട്. പരമാവധി കുട്ടികളെങ്കിലും കയറ്റുണ്ട്. സംഭവം ഫുള്ളാന്ന് അറിയാം. സംഭവം എന്താ പറയാ, നിങ്ങൾ ജസ്റ്റ് പരമാവധി കയറ്റാൻ മതി. ഓക്കെ, എന്നായിക്കോട്ടെ. കാണാം. ഇപ്പോൾ നോക്കാണ്, കുട്ടികളൊക്കെ നോക്കാണ്. നിങ്ങളൊരു അഭിപ്രായം എന്താണ്? ഈ പ്രശ്നം പരിഹരിക്കും ഇൻഷാല്ലാ. എല്ലാ ബസ്സുകാരോടും നമ്മളിപ്പോ പറഞ്ഞേക്കണു, പ്രൈവറ്റ് ബസ്സുകളോട് കുറച്ച് കുട്ടികളെ കയറ്റിയാൽ മതി. ഇതെന്താ പറയുക, കുട്ടികൾ ബസ്സിന്റെ പിന്നാലെ ഓടിയിട്ട് എന്താ ഉഗ്ഗാണ്. അതാണ് മെയിൻ പ്രശ്നം. ഗവൺമെന്റിനെ അറിയിച്ചാൽ മതി, അതൊക്കെ തീരുമാനമാവും. ഒക്കെ നമുക്ക് ശരിയാക്കാം. എന്തെങ്കിലും വർത്താനം? ചായ അടിച്ചോ? അസ്സലാമു അലൈക്കും. ഏട്ടാ പിന്നെ ഇവിടെ ഡെയിലി കുറച്ച് കുട്ടികളെ കയറ്റുണ്ട്. നിങ്ങൾ വേറൊരു ബസ്സും നിർത്തുന്നില്ല. വേറെ സാധാ ബസ്സുകളില് പ്രൈവറ്റ് ആരും നിർത്തുന്നില്ല. അപ്പൊ നിങ്ങൾ കുറച്ച് കുട്ടികളെ കയറ്റുണ്ട്. കയറ്റണ എന്താ പറയുക, തീരെ നിർത്തില്ല. ബസ്സുകൾ തീരെ നിർത്തില്ല. ഓക്കെ, താങ്ക് യു. പിന്നെ മക്കളെ കണ്ടില്ല നിങ്ങൾ, രാവിലെ ഇത്രയും കുട്ടികളാണ് ഇവിടെ ബസ് എത്തിക്കുന്നത്. ഒരു ബസ്സും നിർത്താതെ പോവാണ്. കുട്ടികൾ പറഞ്ഞൊരു 3-4 ബസ്സിൻ്റെ പേരാണ് ഞാൻ ഇനി പറയാൻ പോണത്. PTV, അതുപോലെ പക്കീസ, AR-ല് PMS. ഇവർ നിർത്താതെ പോവാന്നാണ് പറയുന്നത്. അവരെ പറഞ്ഞിട്ട് സംഭവം കാര്യമൊന്നുമില്ല. ലോഡ് ഫുള്ളായിട്ടാണ് അവരും വരുന്നത്. പക്ഷേ ഇതിൽ വരുന്ന മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ
ഇവർ ഒന്നല്ലെങ്കിൽ താഴത്ത് കൊണ്ടുപോയി നിർത്തും, അല്ലെങ്കിൽ മേലെ കൊണ്ടുപോയി നിർത്തും. ഇത് കാരണം കുട്ടികൾ ബസ്സിൻ്റെ പിന്നാലെ ഓടും, അതുപോലെ വീഴും, പരിക്കുപറ്റും ചെയ്യാണ്. അപ്പോൾ ബസ് ഓടിക്കുന്ന ചേട്ടന്മാർ പരമാവധി കുട്ടികളെ കയറ്റാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് കയറ്റുണ്ടോ. വണ്ടി നിർത്തിയിട്ട് കുട്ടികൾ കയറിയതിനും ഇറങ്ങിയതിനും ശേഷം വണ്ടി എടുത്താൽ മതി. അപ്പോൾ വീട്ടിൽ കുറച്ച് പച്ചക്കറി വാങ്ങാനുണ്ട് ഏട്ടാ. എന്താ വർത്താനം? അപ്പോൾ എന്തായാലും നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം. നാളെ ഉണ്ടാവും വീഡിയോ, നമ്മളെ നാളത്തെ വ്ളോഗിൽ കാണാം. അങ്ങാടി ഇനി ഒരുപാട് കാണാനുണ്ട്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് ഉമ്മ പച്ചക്കറി വിളിച്ച് പറഞ്ഞുകൊണ്ട് അത് വാങ്ങണം നമ്മൾ. കേൾക്കുമോ? ഒരു വെല്ലുള്ളി, ഒരു തക്കാളി. സംസുക്ക എന്താ ആളുണ്ടോ? ഓക്കെ ആണല്ലേ. അങ്ങാടിയത്തെ ഒരുപാട് കാഴ്ചകൾ ഇനിയും കാണാനുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി നാളെ കാണാം. ഓക്കെ.